Next topic is networking hardware. ഒരു നെറ്റ്വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയറും നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയറും ആവശ്യമാണ്. അപ്പോൾ അതിലാദ്യം നമുക്ക് നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ എന്താണെന്ന് നോക്കാം. നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോം ചെയ്യണമെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് പാർട്സുകളാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ മീഡിയ ആണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക്. ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നെറ്റ്വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്കിലൂടെ ഡാറ്റ ഒരു സെൻഡറിൽ നിന്ന് ഒരു റിസീവറിലേക്ക് പോകുന്ന ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഡാറ്റ കടത്തിവിടേണ്ടത്? അത് കടത്തിവിടുന്നതിനുള്ള മീഡിയം നമുക്ക് എന്തായാലും ഒരു മീഡിയം വേണം. ഒരു മീഡിയത്തിലൂടെ മാത്രമേ അതിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മീഡിയത്തെ കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ്മിഷൻ മീഡിയ, മീഡിയം ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ഓവർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നമുക്ക് എന്ത് തരം മീഡിയത്തിലൂടെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ദ ചാനൽസ് ആർ ഓഫ് ടു ടൈപ്സ്. വൺ ഈസ് വയേർഡ് ആസ് വെൽ ആസ് ദ അതർ ഈസ് വയർലെസ്. ഒന്നുകിൽ വയേർഡ് ആയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്നത്, അതായത് കേബിൾസ് ഒക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ വയേർഡ് മീഡിയ ഒന്ന് പരിചയപ്പെടാം. വയേർഡ് മീഡിയയിൽ നമുക്ക് വരുന്നത് ട്വിസ്റ്റഡ് പെയർ, കോആക്സിയൽ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ, ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് വയേർഡ് മീഡിയ വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് വരുന്നത്. അതനുസരിച്ചാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ളത് ആ രീതിയിലുള്ള നെറ്റ്വർക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാനും അതനുസരിച്ചുള്ള ട്രാൻസ്മിഷൻ മീഡിയ സെലക്ട് ചെയ്യാനുമുള്ള ഫുൾ ഫ്രീഡം നമുക്കുണ്ട്.